ഹായ് ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ. പായസമാണോ ചോദിച്ചാൽ പായസമാണ്. പായസമെന്നോ ഒരു ഡെസേർട്ട് ഐറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റും വേണ്ട, ഒരു എരിപ്പോയാൽ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്സിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ മക്കളിലൊക്കെ പെട്ടെന്ന് പായസം വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റവയാണ്. റവ, പാല്, പിന്നെ പഞ്ചസാര, മധുരം വേണമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ആ പാലിലോട്ട് നമ്മൾ ഈ ഒരു തവിയിൽ ഒരു ഗ്ലാസ് റവ ഇട്ടിട്ട് നന്നായിട്ട് കട്ടകളില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അതിലോട്ട് ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളത് അടുപ്പിലോട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു മീഡിയം ടു സിമ്മിൽ ചൂടാക്കിയെടുക്കുക. അപ്പോൾ റവ വേവാനായിട്ട് അധിക ടൈമൊന്നും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, 3 മിനിറ്റ്സിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ അത്. ഒരു കിടിലൻ ഐറ്റമാണ്. നമുക്ക് പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഒന്ന് ജസ്റ്റ് കുറുക്കി വരുന്നത് വരെ നമ്മൾ നോക്കണം. നന്നായിട്ട് തവ എടുക്കാതെ നമ്മൾ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ വല്ലാതെ കുറുകി വരികയാണെങ്കിൽ നമ്മൾ എടുത്ത ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. പാല് മാത്രമാവരുത്, കുറച്ചുകൂടെ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് എന്തായാലും അത് കുറുകി വരുമല്ലോ. അപ്പോൾ നമ്മൾ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ചൂടാക്കുക. തിളച്ച് വരുമ്പോൾ അത് നന്നായി കുറുകി പരുവായി കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് വെച്ചിട്ട് പോകാനൊന്നും പറ്റില്ല. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നന്നായിട്ട് തല വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ചുകൂടെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നുമില്ല, നമ്മളൊരു പാനിൽ ഒരു 2-3 സ്പൂൺസ് ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് സിമ്മിൽ വെച്ചിട്ട് അത് മെൽറ്റ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കതിലൊരു പിങ്കിഷ് റെഡ് നല്ലൊരു കളർ കിട്ടും. ഓക്കെ, നന്നായിട്ട് ഇളക്കിയെടുക്കുക. കണ്ടോ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ചേഞ്ച് ആയി കിട്ടി, കട്ടിയായി വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ നമുക്ക് നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗീയിൽ അത് ഇതാക്കിയിട്ട് ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഇതിൽ ഒരു സ്പൂണ് ലാസ്റ്റ് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ഞാൻ ഗീ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ്. നമ്മളത് മക്കൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ട്രൈ ഇറ്റ്.